കമ്മിങ് ടു മോഹിനിയാട്ടം ഭയങ്കര ഈസി ആയിരുന്നു ശശിധരൻ നായർ വീണ്ടും പോർട്രേ ചെയ്യാൻ. ബട്ട് ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി എവിടെ വന്നെന്ന് വെച്ചാൽ ഇതിനൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ലൈക്ക് ആട് 1 ഉം 2 ഒരു ജോണർ ഷിഫ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മോഹിനിയാട്ടം വരുമ്പോഴത്തേക്കും അതിനൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട്. അത് ഒരു ഡാർക്ക് ഹ്യൂമറാണ്, ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാം ഒരു ഹ്യൂമറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ആൻഡ് ദ മ്യൂസിക് ഈസ് വെരി ഡിഫറെൻറ്റ്. നമുക്ക് ഈ സിനിമയിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിക്കോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അല്ലെങ്കിൽ സോങ്സ് ആയാലും ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരും. ഇപ്പോൾ നമ്മൾ 1.5 ദിവസം മുമ്പാണ് നമ്മുടെ ഫസ്റ്റ് പാട്ട് യൂട്യൂബിൽ ഇട്ടത്. ആ പാട്ട് ഒരു റൊമാൻറ്റിക് സോങ് അല്ല. ഇപ്പം എൻ്റെ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമയിലെ എല്ലാ പാട്ടുകളും മിനിമം 1 മില്യൺ 2 മില്യൺ അല്ലെങ്കിൽ 5 മില്യൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പാട്ടുകളും. സോ അതൊരു റൊമാൻറ്റിക് സിനിമയായിരുന്നു. അപ്പം അങ്ങനത്തെ പാട്ടുകൾക്കാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്. ബട്ട് എവറിത്തിങ് സെഡ് ആൻഡ് ഡൺ, നമ്മുടെ ഈ പാട്ട് ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ മൂവിയിലൊരു പാട്ട് വന്നപ്പം നമുക്ക് ഓൾറെഡി 5.5 lakh വ്യൂസ് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു മെലഡി ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ കിട്ടിയാണ്. ബട്ട് ആ പാട്ട് അത്ര ഇലക്ട്രോണിക്കലി വളരെ മനോഹരമായിട്ടാണ് ആ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല 4 പാട്ടുകളുണ്ട്. 4 പാട്ടുകളും അടിപൊളിയാണ്. അതായത് യങ് ജനറേഷനെ കൂടെ അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാട്ടാണ്.